ഹലോ, ഞാൻ ലിപിൻ. അപ്പൊ ഞാനിന്ന് കമൽഹാസന്റെ പഴയ തഗ് ലൈഫ് സിനിമ കണ്ടു. സിനിമ ഒരു ഓക്കെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് ഹാഫ് എന്തോ വലിച്ചിട്ട് ലാഗോ എന്തോ സംഭവമൊക്കെ എനിക്ക് തോന്നി. പിന്നെ ചിലവർക്ക് ഈ അഭിപ്രായം മാറാട്ടോ. കാരണം ഞാൻ കണ്ട വേറൊരു സുഹൃത്തിന്റെ ചോദിച്ചപ്പോ പുള്ളിക്ക് ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ട, സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല, സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടമായത്. കാരണം സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ അതില് ഒരു നേപ്പാള് സംഭവമൊക്കെ ആവുമ്പേ ആ സിനിമയെ തന്നെ പറയുന്നുണ്ട്, ഇത് നേപ്പാളിൽ പോയിട്ട് നിങ്ങൾ ബോധിധർമ്മനായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏഴാം അറിവ് ആ ലെവലിലേക്ക് പുള്ളി ഫൈറ്റും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഏഴാം അറിവ് പോലെ ഒരു സംഭവമൊക്കെ, അത് ഏഴാം അറിവിലല്ല ഈ നേപ്പാളിൽ പോയൊക്കെ ബോധിധർമ്മന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതായിട്ട് ചെറുതായിട്ട് എനിക്ക് കണക്ട് ആയി. എനിക്ക് സെക്കൻഡ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ പടത്തിൽ എന്ന് പറഞ്ഞാൽ AR റഹ്മാന്റെ മ്യൂസിക് ഒക്കെ കിട്ടില്ലാട്ടോ. കാരണം നല്ല രസമാണ്. അത് ചില സമയത്ത് ആ സൗണ്ടിന്റെ വേരിയേഷൻ ഒക്കെ കിട്ടില്ല, ഗംഭീരാണ്. പിന്നെ അതേപോലെ തന്നെ മണിരത്നത്തിന്റെ പടം എന്തായാലും കൊള്ളാം. പക്ഷെ ഞാൻ പറയില്ലേ, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ പലർക്കും ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടത്, സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയാമല്ല. എനിക്ക് കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഈ തമിഴ് പടം കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഒരു കാണേണ്ട ഒരു ഫീല് വേണ്ടത്. അതേ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമൽഹാസന്റെ ഒപ്പം തന്നെ നമ്മുടെ ചിമ്പു, പുള്ളിക്കാരനാണ് ഒരുമാതിരി ലീഡ് റോൾ എന്ന് പറയുന്നത്. ഇതില് ലീഡ് റോളല്ല, ഒരു നല്ലൊരു കഥാപാത്രം പുള്ളി ചെയ്തേക്കണം. പക്ഷെ പുള്ളി ചെയ്ത അങ്ങനത്തെ ഒരു കഥാപാത്രം നല്ല രസം. പുള്ളി ഒരു ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ തലപ്പത്ത് ആ ഒരു ലെവലാണ്. പിന്നെ ഇതിന്റെ ഫ്ലാഷ് ബാക്ക് കണ്ടത് 1994 ആ കൊല്ലത്തിൽ നടക്കണ ഒരു സംഭവത്തെ തുടർന്നാണ് അതിന്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെ നല്ല രസമായിട്ട് അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഒന്നും അസാധാരണമായിട്ട്, അതായത് തമിഴ് പടങ്ങൾക്ക് ഇപ്പൊ വിജയുടെ പടങ്ങളൊക്കെ കാണാൻ പാടില്ലേ, ഈ 100 പേര് ഒന്ന് ഒറ്റയടിക്ക് ഇടിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ നേപ്പാളിൽ പോയൊക്കെ ഒരു മറ്റേ അടവും നടവും ഒക്കെ പഠിച്ചു കഴിയുമ്പോ പുള്ളി ആ രീതിയിൽ ചെയ്യേണ്ട കമൽഹാസൻ. പക്ഷെ ശരിക്കും പ്രായം തോന്നിക്കുന്നുണ്ട് പുള്ളിയുടെ ഗെറ്റപ്പ് ആയാലും എന്തായാലും പ്രായം ശരിക്കും തോന്നിക്കുന്നുണ്ട്. പിന്നെ പടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കമൽഹാസൻ, ചിമ്പു ഇവരെ കൂടാണ്ട് തൃശ്ശയുടെ റോളൊന്നും അതിലൊരു ആവശ്യമില്ലാത്ത പോലെ തോന്നി. വെറുതെ കുത്തിക്കയറ്റിക്കുന്ന റോള് പോലെ തൃശ്ശയുടെ എനിക്ക് തോന്നിയത്. പിന്നെ മലയാളത്തിൽ നിന്ന് അഭിനയിച്ചിരിക്കുന്നത്, മലയാളത്തിൽ നിന്ന് കുറച്ച് നടന്മാരുണ്ട് കേട്ടോ അതില് പറഞ്ഞണം. കാരണം ജോജു, പിന്നെ അതേപോലെ തന്നെ അഭിരാമി, പിന്നെ ഐശ്വര്യലക്ഷ്മി, ഇവര് മൂന്നുപേർക്ക് നല്ല രസമായിട്ട് നല്ല ലീഡ് റോളാ. മൂന്നുപേരും ചെയ്യുന്നത് ലീഡ് റോളാ. പിന്നെ ലീഡ് റോള് ഈ പറകിന്ന് കുത്തണ സംഭവങ്ങളൊക്കെ അതൊക്കെ ഈ പടത്തിന് ശരിക്കും കാണിക്കണമുണ്ട്. എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിൾ എന്ന് പറയാം. കാരണം ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് ഒട്ടും ഒരു ഇഷ്ടപ്പെടാണ്ട് പോയത്. ചിലവരുടെ അത് പലർക്കും പല രീതിയിലായിരിക്കും. പിന്നെ വേറെ ഇതില് കൂടുതലൊന്നും പറയാനില്ല. അതേപോലെ തന്നെ ഇതില് മറ്റേ പോക്കിരി, മറ്റേ കൊച്ചിരാജാവിലൊക്കെ അഭിനയിച്ച ഒരു പുള്ളിയുണ്ട്, അവരുടെ പേര് എനിക്കറിയില്ല. അതാ മറ്റേ കൊച്ചി രാജാവില് മറ്റേ ഈ ഒരു വടിവേലു അങ്ങനെ ഒരു പേര്, അതായത് ഇന്ദ്രൻസ് അവനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ദ്രൻസ് പറയുന്നത് കോലുമ്പോ അങ്ങനെ കണ്ട അസ്ഥികൂടത്തിന് ഉടുപ്പിട്ടവണ പോലെ എന്ന് പറഞ്ഞ ഒരു പുള്ളിയില്ലേ മറ്റേ പോക്കിരി സിനിമയിലൊക്കെ ഉള്ളത്. എനിക്ക് പേര് കൃത്യമായിട്ട് പുള്ളി അറിഞ്ഞുകൂടാ, അതാണ് ഒന്നാമത്തെ കാര്യം. എന്തായാലും പുള്ളി രസമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും കിരണായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ച് മൂവി കാണേണ്ടവർക്ക് കാണാം എന്ന് ഞാൻ പറയുള്ളൂ. മ്യൂസിക് ഒക്കെ പെട്ട മ്യൂസിക് കൊള്ളാം. ശരി.